ഹായ് NextinWeb മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തായി കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഇനി മുതൽ നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. Redmi Note 7 Proയോട് മത്സരിക്കാൻ വേണ്ടി Realme അവരുടെ Realme 3 Pro ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. 6.3 ഇഞ്ചിൻ്റെ Full HD Plus ഡിസ്പ്ലേ, Snapdragon 710 SoC, Android Pieയിൽ അധിഷ്ഠിതമായിട്ടുള്ള ColorOS 6.0 എന്നിവയാണ് ഇതിനുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ Realme C2 എന്ന ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ കൂടി Realme ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 13,999 രൂപയാണ് Realme 3 Proയുടെ 4GB റാമും 64GB സ്റ്റോറേജുമുള്ള മോഡലിന്. 6GB റാമും 128GB ഇന്റർണൽ സ്റ്റോറേജുമുള്ള മോഡലിനാവട്ടെ 16,999 രൂപയും. ഗ്രാഡിയൻ ഫിനിഷുള്ള കാർബൺ ഗ്രേ, നൈട്രോ ബ്ലൂ, പിന്നെ ലൈറ്റ്നിങ് പർപ്പിൾ എന്നീ കളർ ഓപ്ഷനുകളിലായിരിക്കും ഈ സ്മാർട്ട് ഫോൺ ലഭിക്കുക. ഏപ്രിൽ 29 ഉച്ചയ്ക്ക് ഫ്ലിപ്കാർട്ട്, റിയൽമി ഓൺലൈൻ സ്റ്റോർ എന്നിവ വഴിയാണ് ആദ്യ സെയിൽ. പക്ഷേ ലൈറ്റ്നിങ് പർപ്പിൾ എന്ന കളർ ഓപ്ഷൻ മെയ് മാസം മുതൽ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. ഏപ്രിൽ 29 കമ്പനിയുടെ ഓൺലൈൻ സ്റ്റോർ വഴി Realme 3 Pro വാങ്ങുന്ന ആദ്യത്തെ 1000 കസ്റ്റമേഴ്സിന് Realme ബഡ്സ് ഫ്രീ ആയി ലഭിക്കും. കൂടാതെ Realme ഓൺലൈൻ സ്റ്റോർ ബയേഴ്സിന് 1,500 രൂപ വരെ സൂപ്പർ ക്യാഷ് ബാക്ക് മൊബിക്വിക്ക് വഴി ലഭിക്കും. HDFC ബാങ്ക് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, പിന്നെ EMI ട്രാൻസാക്ഷൻ എന്നിവയിൽ ഫ്ലിപ്കാർട്ടിൽ 1000 രൂപ വരെ ഡിസ്കൗണ്ട് ലഭിക്കും. ഫ്ലിപ്കാർട്ടിൽ 6 മാസത്തേക്ക് വരെയുള്ള നോ കോസ്റ്റ് EMI ഓപ്ഷനും ഉണ്ടായിരിക്കും. കൂടാതെ എവിടെ നിന്ന് വാങ്ങിയാലും റിലയൻസ് ജിയോയുടെ 5,300 രൂപ വാല്യൂ ഉള്ള ബെനിഫിറ്റ്സും ലഭിക്കും. Realme 3 Proയുടെ കൂടെ ലോഞ്ച് ചെയ്ത Realme C2ൻ്റെ വില ആരംഭിക്കുന്നത് 5,999 രൂപ മുതലാണ്. ഇനി Realme 3 Proയുടെ ഡിസൈൻ, സ്പെസിഫിക്കേഷൻസ്, മറ്റ് ഫീച്ചേഴ്സ് എന്നിവ നോക്കാം. മുൻവശത്ത് Realme 2 Proയുടെ അതേ ഡിസൈൻ തന്നെയാണ് Realme 3 Proയ്ക്കും. പുറകുവശം കാണുമ്പോൾ ഗ്ലാസ് ആണെന്ന് തോന്നുമെങ്കിലും പെട്ടെന്ന് സ്ക്രാച്ച് വീഴുന്ന പ്ലാസ്റ്റിക് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഡിസൈനിൽ Realme 3യുമായി വലിയ വ്യത്യാസമൊന്നും ഈ സ്മാർട്ട് ഫോണിനില്ല. 2.2 GHz ഒക്ടാ-കോർ Qualcomm Snapdragon 710 SoC ആണ് ഈ സ്മാർട്ട് ഫോണിനുള്ളത്. Adreno 616 GPU ആണ് ഗ്രാഫിക്സ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ളത്. 4GB അല്ലെങ്കിൽ 6GB എന്നിങ്ങനെ 2 റാം ഓപ്ഷനുകളിലാണ് ഈ സ്മാർട്ട് ഫോൺ ലഭിക്കുക. 64GB പിന്നെ 128GB എന്നിങ്ങനെ 2 സ്റ്റോറേജ് ഓപ്ഷനുകളും ഉണ്ടായിരിക്കും. ഇത് മതിയാവില്ല എങ്കിൽ 256GB വരെ കപ്പാസിറ്റിയുള്ള മൈക്രോ SD കാർഡുകൾ ഉപയോഗിക്കാൻ സാധിക്കും. ഇതിനായി പ്രത്യേകം സ്ലോട്ട് ഉണ്ട്. Corning Gorilla Glass 5 പ്രൊട്ടക്ഷനുള്ള 6.3 ഇഞ്ചിന്റെ Full HD Plus IPS ഡിസ്പ്ലേയുടെ ആസ്പെക്ട് റേഷ്യോ 19.5:9 ആണ്. ഈ ഡിസ്പ്ലേയുടെ കൂടിയ ബ്രൈറ്റ്നസ് 400 nits ആണ്. Redmi Note 7 Proയിൽ കൂടിയ ബ്രൈറ്റ്നസ് 450 nits ആണ്. Realme 2 Proയ്ക്കും ഇതേ സൈസിലുള്ള ഡിസ്പ്ലേ ആണുള്ളത്. പക്ഷേ ഡിസ്പ്ലേ ക്വാളിറ്റി തീർച്ചയായും Realme 3 Proയിലാണ് മികച്ചത്. പക്ഷേ ഇത് Redmi Note 7 Proയിലുള്ള ഡിസ്പ്ലേയുടെ അത്രയും മികച്ചതല്ല. Realme 3 Proയിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാന ക്യാമറ സെൻസർ OnePlus 6Tയിലുള്ളതാണ്. Sony IMX519 സെൻസർ ഉപയോഗിച്ചുള്ള 16 മെഗാപിക്സൽ പ്രൈമറി ക്യാമറയ്ക്ക് f1.7 അപ്പേച്ചർ ആണുള്ളത്. കൂടെ f2.4 അപ്പേച്ചറുള്ള 5 മെഗാപിക്സലിന്റെ സെക്കൻഡറി ഡെപ്ത് സെൻസിംഗ് ക്യാമറയുമുണ്ട്. പുറകിലെ ക്യാമറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഫീച്ചറുകൾ 960 ഫ്രെയിംസ് പെർ സെക്കൻഡിലുള്ള സൂപ്പർ സ്ലോ മോഷൻ വീഡിയോ റെക്കോർഡിംഗും 64 മെഗാപിക്സൽ വരെ ഡീറ്റെയിലിൽ ഇമേജസ് പകർത്താൻ വേണ്ടിയുള്ള അൾട്രാ HD മോഡുമാണ്. പുറകിലെ ക്യാമറയ്ക്ക് 4K വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ Full HD റെസൊല്യൂഷനിൽ മാത്രമാണ് ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ലഭിക്കുക. Redmi Note 7 Proയിലും ഇതിങ്ങനെ തന്നെയാണ്. ഫ്രണ്ട് ക്യാമറയായി f2.0 അപ്പേച്ചറുള്ള 25 മെഗാപിക്സൽ സെൻസറാണുള്ളത്. 4045 mAh ബാറ്ററിക്ക് വൂക്ക് 3.0 ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടുണ്ട്. കൂടാതെ ഒരു 20W വൂക്ക് 3.0 ചാർജ് ബോക്സിൽ തന്നെ ലഭിക്കുകയും ചെയ്യും. 10 മിനിറ്റ് കൊണ്ടുള്ള ചാർജിംഗ് കൊണ്ട് ഏകദേശം 5 മണിക്കൂർ വരെയുള്ള ടോക്ക് ടൈം ലഭിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. 4G LTE, Bluetooth 5.0, Wi-Fi 802.11 AC, 3.5mm ഹെഡ്ഫോൺ ജാക്ക്, പിന്നെ ഒരു മൈക്രോ USB പോർട്ട് എന്നിവയാണ് പ്രധാന കണക്ടിവിറ്റി ഓപ്ഷനുകൾ. മൈക്രോ USB പോർട്ട് തീർച്ചയായും അല്പമെങ്കിലും ഡിസപ്പോയിന്റിംഗ് ആണ്. USB Type-C ആണ് ഇപ്പോൾ വരുന്ന മിക്ക സ്മാർട്ട് ഫോണുകളിലും ഉള്ളത്. Realme 3 Proയുടെ പ്രധാന എതിരാളിയായ Redmi Note 7 Proയിൽ USB Type-C പോർട്ടാണുള്ളത്. ഫിംഗർപ്രിന്റ് സെൻസർ പുറകിൽ ബാക്ക് പാനലിലാണുള്ളത്. കൂടാതെ ഫേസ് അൺലോക്കിംഗ് ഫീച്ചറുമുണ്ട്. Widevine L1 സർട്ടിഫിക്കേഷൻ ഫോണിൽ ഉണ്ടായിരിക്കുമെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. Amazon Prime വീഡിയോസ്, നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള സർവീസുകളിൽ നിന്നും HD വീഡിയോ സ്ട്രീം ചെയ്യാൻ ഇത് ആവശ്യമാണ്. 8.3mm തിക്നെസ്സുള്ള ഈ സ്മാർട്ട് ഫോണിന്റെ ഭാരം 172 ഗ്രാംസ് ആണ്. മുൻപിലും പുറകിലും ഗ്ലാസ് പാനലുള്ള Redmi Note 7 Proയ്ക്ക് ഇതിനേക്കാൾ ഭാരമുണ്ട്. ഇനി പലർക്കും സംശയമുണ്ടാവുന്ന ഒരു കാര്യം, Realme 3 Proയിൽ ഉപയോഗിച്ചിരിക്കുന്ന Snapdragon 710 ആണോ അതോ Redmi Note 7 Proയിലുള്ള Snapdragon 675 ആണോ മികച്ചത് എന്നായിരിക്കും. Snapdragon 710 ലോഞ്ച് ചെയ്തത് 2018 മെയ്യിലും 675 ലോഞ്ച് ചെയ്തത് 2018 ഒക്ടോബറിലുമാണ്. അതായത് Snapdragon 675 ആണ് അല്പമെങ്കിലും പുതിയത്. പക്ഷേ Snapdragon 710 ഒരു
ഒരു 10 നാനോമീറ്റർ പ്രോസസ്സറാണ്. സ്നാപ്ഡ്രാഗൺ 675 ഒരു 11 നാനോമീറ്റർ പ്രോസസ്സറും. ശരിക്കും സ്നാപ്ഡ്രാഗൺ 710 ആണ് കൂടുതൽ പവർ എഫിഷ്യൻ്റ് ആവേണ്ടത്. പക്ഷേ ഇവ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം പവർ ഉപയോഗത്തിലില്ല. പിന്നെ ക്ലോക്ക് സ്പീഡ് നോക്കിയാൽ സ്നാപ്ഡ്രാഗൺ 710ൻ്റെ ക്ലോക്ക് സ്പീഡ് 2.2 GHz ആണ്. സ്നാപ്ഡ്രാഗൺ 675 2 GHz മാത്രമേ ക്ലോക്ക് സ്പീഡുള്ളൂ. ഈ നമ്പർ മാത്രം നോക്കിയാൽ സ്നാപ്ഡ്രാഗൺ 710 ആണ് ഫാസ്റ്റ് എന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല. Redmi Note 7 Proയിലുള്ള സ്നാപ്ഡ്രാഗൺ 675ൽ കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള Creo 460 CPU ആണുള്ളത്. പക്ഷേ GPUവിൻ്റെ കാര്യത്തിൽ Adreno 616 ഉള്ള സ്നാപ്ഡ്രാഗൺ 710 ആണ് Adreno 612 ഉള്ള സ്നാപ്ഡ്രാഗൺ 675നേക്കാൾ പവർഫുൾ. ചുരുക്കി പറഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 675ൻ്റെ CPU കൂടുതൽ പവർഫുൾ ആണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 710 അല്പമെങ്കിലും കൂടുതൽ പവർ എഫിഷ്യൻറ്റും GPU കൂടുതൽ പവർഫുള്ളും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ CPUവിന് പ്രാധാന്യമുള്ള ബെഞ്ച് മാർക്സ് എടുത്ത് നോക്കുമ്പോൾ സ്നാപ്ഡ്രാഗൺ 675 ആണ് കൂടുതൽ സ്കോർ ചെയ്യുന്നത്. AnTuTu ആയാലും ഗീക്ക് ബെഞ്ച് ആയാലും ഇങ്ങനെ തന്നെ. പക്ഷേ GPU ബെഞ്ച് മാർക്സ് നോക്കുമ്പോൾ സ്നാപ്ഡ്രാഗൺ 710 ആണ് മുന്നിട്ട് നിൽക്കുന്നത്. PUBG ഗെയിം ഹൈ സെറ്റിംഗ്സിൽ ലാഗ് ഇല്ലാതെ പ്ലേ ചെയ്യാൻ രണ്ട് സ്മാർട്ട് ഫോണുകൾക്കും സാധിക്കും. പക്ഷേ Realme 3 Proയിലായിരിക്കും അല്പമെങ്കിലും മികച്ച ഗെയിം പ്ലേ സാധ്യമാവുക. Redmi Note 7 Proയിൽ ഇടയ്ക്ക് ചില ഫ്രെയിം ഡ്രോപ്പ് ഉണ്ടാകുമെന്നതാണ് കാരണം. ഇനി ക്യാമറയുടെ കാര്യത്തിലാണെങ്കിൽ ഓട്ടോമോഡിൽ Redmi Note 7 Proയേക്കാൾ മികച്ച ഫോട്ടോസ് പലപ്പോഴും Realme 3 Pro പകർത്തുന്നുണ്ട് എന്നാണ് പല റിവ്യൂസും പറയുന്നത്. 960 ഫ്രെയിംസ് പെർ സെക്കൻഡ് ഒരു ഗിമിക് ആയിരിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ വൂക്ക് ഫാസ്റ്റ് ചാർജിംഗ് വളരെ മികച്ച ഒരു ഫീച്ചറാണ്. കമ്പനി ഒരു 20 വാട്ട് വൂക്ക് ചാർജ് ഫോണിൻ്റെ കൂടെ നൽകുന്നുണ്ട്. Realme 2 Pro ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എങ്കിൽ ഒരു അപ്ഗ്രേഡ് ഇപ്പോൾ ചെയ്യേണ്ടതില്ല. അത്ര വലിയ മാറ്റങ്ങൾ ഈ സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് നൽകുന്നില്ല. നല്ല പെർഫോമൻസ്, ബാറ്ററി ലൈഫ്, ക്യാമറ എന്നിവയുള്ള Realme 3 Pro തീർച്ചയായും ഒരു മികച്ച സ്മാർട്ട് ഫോണാണ്. Redmi Note 7 Proയ്ക്ക് ശക്തനായ ഒരു എതിരാളി തന്നെയാണ് ഈ സ്മാർട്ട് ഫോൺ. പക്ഷേ USB Type-C പോർട്ട്, ഗ്ലാസ് ബാക്ക്, അല്പം കൂടി മെച്ചപ്പെട്ട ഡിസ്പ്ലേ എന്നിവ ഉണ്ടായിരുന്നുവെങ്കിൽ കുറച്ചുകൂടി നന്നായേനെ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. That's for now. See you next time. Have a great day.